തുരിക ഓൺലൈൻ മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അണിയറയിൽ എന്നോടൊപ്പം ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുദേശ എന്തൊക്കെയാ നമ്മൾ നേരത്തെ പരിചയമുണ്ടല്ലേ? ഒരുപാട് കാലമായിട്ട് രംഗത്ത് കളിയാടുന്ന സമയത്ത് നമ്മൾ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. നല്ല പാട്ടുകൾ എഴുതി നാടകത്തിൽ ഒരുപാട് പാട്ടുകൾ എഴുതി അല്ലെ? പ്രൊഫഷണൽ നാടകത്തിൽ ഒരുപാട് പാട്ടുകൾ, എല്ലാണ്ട് ആൽബങ്ങൾ. അപ്പൊ എനിക്ക് ഇന്നെ കിട്ടിയത് ഭയങ്കര സന്തോഷമായി. എന്താന്ന് വെച്ചാല് ഈ പൊതുസമൂഹത്തിലേക്ക് പല ആൾക്കാരും വരുന്നില്ല. ഇത് നാടകരംഗത്തും കൊറിയോഗ്രാഫി രംഗത്തും ഇത് നമ്മളെയൊക്കെ തഴയും പോലെയാണുള്ളത്. അതങ്ങനെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം. നമ്മളെ കഴിവുള്ള ആരും രംഗത്തേക്ക് വരുന്നില്ല. ഒരുപാട് പ്രഷർ നമ്മൾ ചെയ്യണം. പല ആളെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാടകരംഗം ജീവിക്കുന്നത്. ഞാൻ അച്ഛൻ ഭയങ്കര കലാകാരനായിരുന്നു അല്ലെ സുരേന്ദ്രട്ടെ? അച്ഛൻ പിന്നെ കലാകാരൻ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കലാകാരന്മായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. സിനിമാ പ്രവർത്തകരാണ്, യേശുദാസായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അനിയനാണ് മൂത്തേട്ടൻ സുനിൽ കുമാർ. കൂടെ സിനിമയിൽ റഹ്മാന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഊട്ടിയിലുള്ള ഉച്ചപ്പേട് പബ്ലിക് സ്കൂള്. അത് വെച്ചാൽ അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മളെ കേരളത്തിൽ ഏടിയില്ലാത്ത കാലത്ത് ഊട്ടിയിലുള്ള പബ്ലിക് സ്കൂളാണ്. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാ ഈ ഒരു കാലഘട്ടത്തിലല്ലോ പിന്നെ കുച്ചപ്പേടെല്ലാം പഠിച്ചതാണ്. കൂടെയുള്ള സിനിമയിൽ. പിന്നെ ഒരു പെങ്ങൾ ഇവിടെ ഉണ്ട്. പെങ്ങൾ ഇവിടെ കൊളായിപ്പാലമുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പറിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാളുണ്ടായിരുന്നു, ഒരു ഏട്ടനുണ്ടായിരുന്നു. ഏട്ടൻ ഇപ്പൊ ആ കാലത്തിൽ ഒരു 5 കൊല്ലമായി മരണപ്പെട്ടു. പുഷ്പകുൾവാർ വടകരയായിട്ട് നല്ലൊരു വ്യക്തിയായിരുന്നു. ഒരു വട്ടം. പിന്നെ ആദ്യം ഏത് നാടകത്തിലെ എഴുതിയേ? ആദ്യം ഞാൻ അക്ഷര ഗുരു എന്ന് പറഞ്ഞൊരു സമിതി പുതുപ്പണത്തുണ്ടായിരുന്നു. SK കടത്തനാടന്റെ ഒരു നാടകത്തിലെ അക്ഷര വിളക്കുന്ന നാടകത്തിൽ ഒരു പ്രാർത്ഥനാ ഗാനം എഴുതിക്കൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ അതിനുശേഷം അവർ തന്നെ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു, അമ്മ ദൈവം. SK കടത്തനാട് രചനയും സംവിധാനവും ചെയ്ത് നമ്മളെ നാട്ടിലെ ആളുകൾ മാത്രം അഭിനയിച്ചൊരു നാടകമായിരുന്നു. ആ നാടകത്തിൽ ഗാനരംഗത്തിൽ ഒരു 2 പാട്ടുകളും 3 കവിതകളുമായിട്ടാണ് ഞാൻ പിന്നീട് രംഗപ്രവേശനം ചെയ്യുന്നത്. അവസരങ്ങൾ നമ്മൾ പലയാളോട് ചോദിച്ചിട്ടും നിഷേധിക്കപ്പെടുന്ന സംഭവം ഉണ്ടായി. ഞാനിപ്പോ എഴുതിയ നാടക സമിതികൾ വെച്ചാൽ ഈ പിന്നെ കേരളത്തിൽ ഇന്ന് പേരെടുത്ത സമിതികൾക്കെല്ലാം വേണ്ടിയിട്ട് പാട്ട് നല്ലൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ എന്തായിരുന്നു അതിന്റെ പ്രചോദനം? പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിലുള്ള പിന്നെ നാടക രംഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു പാട്ട് എഴുതും പറയുമ്പോൾ നാടകത്തിൽ പാട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര റിസ്ക്കുള്ള കാര്യം. നമ്മൾ ക്യാമ്പിലേക്ക് പോയിരിക്കണം. ക്യാമ്പിന്റെ ആ നാടകത്തിന്റെ സിറ്റുവേഷൻ നമ്മൾ കാണണം. അവിടെയുള്ള പാട്ടിന് വേണ്ടി സന്ദർഭവും സംവിധായകൻ പറഞ്ഞു തരുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ചുള്ള വരികൾ നമുക്ക് എഴുതാൻ പറ്റും. അല്ലാണ്ട് ഒരു ആൽബവും കാര്യങ്ങളിലാകുമ്പോൾ നമുക്ക് പുറേ കുത്തിരിഞ്ഞ് എഴുതാം. നാടകത്തിന് അത് പറ്റൂല. നാടകം കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് വരികൾ എഴുതാൻ പറ്റൂ. അങ്ങനെ നാടകങ്ങളെ ക്യാമ്പുകളിലേക്ക് പോയിട്ട് നാടകം കണ്ടുകൊണ്ട് എഴുതുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രയാസകരമായ ഒരു അനുഭവമാണ്. അതിന് നമ്മൾ ഒരുപാട് ത്യാഗം സഹിക്കണം, ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം. ആ സന്ദർഭത്തിനനുസരിച്ച് തന്നെ അതിന്റെ വരികൾ കുറിക്കുമ്പോൾ എന്തായിരിക്കണം? ഒരു കവിതയാണെങ്കിൽ ആ നാടകത്തിലെ 4 വരിയായിരിക്കും. 4 വരി കവിത എന്ന് പറയുമ്പോൾ അത് അവിടെ എഫക്ട് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ വേണ്ട ഒരു സാധനമാകുമ്പോൾ അത് നാടകത്തിന് വല്ലാണ്ട് സ്വാധീനിക്കും. അങ്ങനെയുള്ള വരികൾ. എങ്ങനെ ഈ നാടകത്തിലേക്ക് ഈ ഗാനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവും? ഞാൻ ഇത് കണ്ടെത്തിയത് നാടകത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ആദ്യമായിട്ട് ഗാനങ്ങൾ എഴുതിയ 2001 വർഷത്തില്. പിന്നെ ഞാൻ എഴുതിയ പാട്ടുകൾ എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ പാട്ട് എഴുതുന്ന പറഞ്ഞപ്പോൾ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീർക്കിനാവും എന്ന് പറഞ്ഞൊരു ആൽബം നമ്മൾ വടകര ഫോമൈൻ റൂൺസിൽ നമ്മളെ സുഹൃത്തുക്കളിൽ ഒത്തുകൊടുത്ത കാലത്ത് ചെയ്തൊരു സാധനം. 2001 ആ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എഴുതിയ പാട്ടുകളായിട്ട് സമീപിക്കുന്ന EV വത്സം മാഷയാണ് സംഗീതം നൽകാൻ വേണ്ടിയിട്ട്. വത്സം മാഷ് അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് ആ ആൽബത്തിന് വേണ്ടി എഴുതിയ ഗാനങ്ങളിൽ 3 പാട്ട് പാടിയത് മധു ബാലകൃഷ്ണനാണ്. മധു ബാലകൃഷ്ണനാണ് 3 പാട്ടുകൾ പാടിയത്. പിന്നെ പ്രതിഭ വിനോദ്, പിന്നെ നമ്മളെ ഇന്ന് അജയഗോപാൽ എന്നറിയപ്പെടുന്ന ചെറുവണ്ണൂർ അജയനാണ് ആ പാട്ട് പാടി. അത് ഭയങ്കര ബ്രേക്കിംഗ് ഉണ്ടായ ഒരു പാട്ടാണ്. അത് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതാ ഏറ്റവും വലിയ സാധനം, അംഗീകാരം. പണത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നമ്മള് കഴിവ്, നമ്മളൊരു എഴുത്തുകാരനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര കാലമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും കൂടെ ഞാൻ എഴുത്തുകാരാണ്. നമ്മൾ ആരോടും പറയലില്ല. ഇതാണ് ഇതിന്റെ വിരോധാഭാസം. എന്തോ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മളെ
മുറ്റത്തെ മുല്ലക്ക് മണമില്ല ഉണ്ടാവൂല. ഒരു നാട്ടുകാരനെ നാട് അംഗീകരിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നാട് അംഗീകരിക്കില്ല. നമുക്ക് ഒരു പുരസ്കാരങ്ങളും അവാർഡുകളും കിട്ടുമ്പോൾ നമ്മളെ പുറകെ സഞ്ചരിക്കുന്ന നാട്ടുകാരാണ് നമ്മളെ കൂടെ ഉണ്ടാകുന്നത്. അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മഹാത്മാ പയ്യോളി സംഘടിപ്പിച്ച നാടക മത്സരത്തിൽ ഒരു പകൽ നേരം എന്ന് പറയുന്ന നാടകം, ആ നാടകം ജഡ്ജ്മെന്റ് രമേശ് കാവില്, അതിൽ മികച്ച ഗാനത്തിനുള്ള അവാർഡ് എനക്കാണ് എനിക്ക് ഓർമ്മയുണ്ട്. പയ്യോളി 6 നാടകങ്ങൾ മത്സരിച്ചെടുത്തതിൽ മികച്ച ഗാനരചനക്ക് അവാർഡ് എനക്കാണ് കിട്ടിയത്. ഓർമ്മയുണ്ട്. 2 വരി. മഞ്ഞുതീരും മാമലയിൽ രാക്കിളിതൻ പാട്ട് കേട്ട്. സത്യത്തിൽ എത്ര നാടകങ്ങൾ എഴുതിപ്പോ? ഞാനൊരു 12 സമിതികൾക്ക് വേണ്ടിയിട്ട് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നു. തിരുവനന്തപുരം വരെ, തിരുവനന്തപുരം, കൊല്ലം ഇങ്ങനെയുള്ള സമിതികൾക്കെല്ലാം പാട്ട് എഴുതിയിട്ടുണ്ട്. ഓർമ്മിക്കലുണ്ട്. നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ നമ്മൾ എഴുതിയ പാട്ടുകൾ. പക്ഷേ താങ്കളെ പേരുകള് ഇവരെ ഈ ഷോക്കാർഡിന്റെ ബാക്കിൽ വെക്കാറ്. ഷോക്കാർഡിലെ ബാക്കിൽ വരാറുണ്ട്. ചില ഷോക്കാർഡിൽ നമ്മളെ ഫോട്ടോ സഹിതം വരാറുണ്ട്. പിന്നെ വെച്ചാല് ചില സമിതികളിൽ ഷോക്കാർഡിൽ പേരേ വരൂ, ഫോട്ടോസ് ഒന്നും വരില്ല. നമ്മളെ പേരുണ്ടാവും. അതുപോലെ പിന്നെ നാടകം കളിക്കുന്ന സ്ഥലത്ത് നമ്മളെ പേര് അനൗൺസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാടകങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തൊരു സംവിധായകനാണ് വിജയനായടത്തിൽ. വിജയനായടത്തിൽ പിന്നാണ് അയാൾ ഏത് നാടകം ചെയ്യുമ്പോൾ തന്നെയാണ് ഏകലിപം മുതൽ എന്നെയാണ് അയാൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരുപാട് നാടകങ്ങൾക്ക് വേണ്ടി വിജയനായിട്ട് ചെയ്ത നാടകത്തിലാണ് ഞാൻ കൂടുതലായിട്ട് ശങ്കരാട്ടനായിട്ട് ഞാനിപ്പോ ശങ്കരാട്ടനായിട്ട് പണ്ടേ അറിയാം. എന്റെ അച്ഛന്റെ കാര്യമായ സുഹൃത്താണ്. ശങ്കരാട്ടൻ എന്നെ കാണുന്ന കഴിഞ്ഞ വർഷം വളരെ ചെയ്തൊരു നാടകമുണ്ട്, അമ്മ മഴക്കാർ. ആ നാടകത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അതിൽ മനോഹരമായ ഒരു പാട്ട് ഞാൻ എഴുതി. അങ്ങനെ ശങ്കരാട്ടൻ ഈ വർഷം ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ നാടകം ചെയ്യുമ്പോൾ എന്റെ 2 MT ഉണ്ട്. ഇരുട്ടിന്റെ ആത്മാവിലേക്ക് 2 കവിതകൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു നമുക്ക് സംതൃപ്തി കിട്ടിയ ഒരു സംഭവം ഉണ്ടാവില്ല, ഇത് ഒരു നാടകത്തിൽ ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു സാധനം ഉണ്ട്, അതേതായിരിക്കും? അത് ഞാൻ പറയാന്ന് വെച്ചാൽ ഇന്നും പറയാന്ന് വെച്ചാല് അതിപ്പോ പണം കായ്ക്കുന്ന മരം, കൊല്ലം ആത്മമിത്രന്റെ പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്ന നാടകം ഇന്ന് കഴിഞ്ഞ വർഷം അവസാന ഘട്ടത്തിലാണ് കളിച്ചത്. അത് കൊല്ലം ആത്മമിത്ര കൊച്ചനിയേട്ടനാണ് അതിന്റെ പ്രൊഡ്യൂസർ. ഇങ്ങനെ ഒരു പാട്ട് പാടുന്നോട്ട് അവിചാരിതമായിട്ട് വേറൊരു എന്റെ ഒരു സുഹൃത്ത് പ്രൊമോട്ട് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ചെയ്തു വെച്ചൊരു പാട്ടായിരുന്നു അത്. മനോഹരമായിട്ട് ആ നാടകം അവതരിക്കപ്പെട്ടു. എല്ലായിടത്തിലും ആ പാട്ട് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. പാട്ടും പിന്നെ അതിന്റെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ ഒരു പട്ടാളക്കാരെ കുടുംബജീവിതമായിട്ടുള്ള വിഷയമാണ് നാടകം പറയുന്നത്. ഈ പട്ടാളക്കാരന് കുട്ടികളില്ല, കല്യാണം കഴിച്ചിട്ട്. അപ്പൊ അതിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്, കുട്ടികളാകാത്തൊരു നമ്പരുണ്ട്. നമ്മളെല്ലാവരും അനുഭവിക്കും. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളും കുട്ടികളാകാത്ത ഒരുപാട് ആളുണ്ട്. അവരെയൊക്കെ മാനസികാവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് എഴുതി വെച്ചത്. അത് ഒരു നാടകത്തിന്റെ സന്ദർഭത്തിന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. അപ്പം നിരവധി സിനിമയിലേക്കും കൂടി അവസരങ്ങളാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുന്നു. അപ്പോ സുദേശ് എന്റെ വീട്ടിലേക്ക് എല്ലാ അനുഗ്രഹവും സ്നേഹവും നന്ദിയും ഒക്കെ എനിക്ക് ഉണ്ടാവണോ. നാളെ അത് പ്രാവർത്തികമായിട്ട് നിങ്ങളെ വാക്കുകൾ ദൈവാധീനമായിട്ട് പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പറയാത്തൊരാ നിന്റെ